അപ്പോൾ അതും ആകുമ്പോഴത്തേക്ക് ഡ്രഗിന് അഡിക്റ്റായ കേരളം എന്തിനു കൊള്ളാം? ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റാണ് ഓരോ പിള്ളേരും. എന്നെ കുത്തിയത് തന്നെ ഡ്രഗിൻ്റെ പേരിലാണ് എന്നെ കുത്തി മറിക്കുന്നത്. ഞാൻ ഒരു ഡ്രഗ് ഡീലറായിരുന്നു. എനിക്കൊരു 3-4 കേസൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോഴത്തേക്കാണ് എന്നെ ചങ്കിൽ കുത്തി ഇറക്കുന്നത്. ഞാൻ 2 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, 1 ദിവസം ICUവിലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പേരിൽ കേസ് പറയുന്നുണ്ട്. എന്നെ കുത്തിയത് എൻ്റെ സ്വന്തം അനിയന്മാരും കൂട്ടുകാരന്മാരാണ് കുത്തിയത്. അപ്പോൾ അവർക്ക് കല്ലടിക്കുമ്പോഴും MDMA അടിക്കുമ്പോഴും ഓരോ മൈൻഡ് ആകുമ്പോഴത്തേക്ക് കെയർ ചെയ്യുന്നതാണ്. ഞാനും ഇതൊക്കെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എല്ലാം നിർത്തി എൻ്റേതായ പാതയിൽ ഞാൻ സഞ്ചരിക്കുന്നു. എല്ലാം ഡ്രഗാണ് ഇപ്പോൾ മാനവീയം തന്നെ നയിക്കുന്നത്. ഡ്രഗിന് അടിമയായ മാനവീയം അല്ല നമുക്ക് ആവശ്യം. വളർന്നു വരുന്ന തലമുറയ്ക്ക് എൻജോയ് ചെയ്യാനും ഫ്രീഡത്തിൽ നടക്കാനുള്ള ഇതാണ് വേണ്ടത്. പക്ഷേ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അത് ഇപ്പോൾ സ്വന്തം അമ്മയായിരുന്നാലും പെങ്ങളായിരുന്നാലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമായിട്ടാണ് മാറിയിരിക്കുന്നത്. അത് വീട്ടിലായിരുന്നാലും ശരി തന്നെ, നാട്ടിലായിരുന്നാലും ശരി തന്നെ. ഞാനിപ്പോൾ എനിക്ക് കേസ് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കറിയാം കോടതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അത് വെച്ച് നോക്കുന്നെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അടിക്കുന്നത് കറക്റ്റ് MDMA അല്ല. അത് സാധാ ഇവിടെ കിട്ടുന്ന ലഹരി എന്ന് വെച്ചാൽ അജിനാമോട്ടോയും ഉപ്പും ചേർന്ന് വരുന്ന ലഹരിയാണ് ഇപ്പോഴത്തെ സമൂഹം അടിച്ച് കയറ്റുന്നത്. അതടിച്ചിട്ട് കിക്കായിക്കൊണ്ട് ഓരോന്നും ചെയ്യുന്നത് സമൂഹത്തിനെ തന്നെ ബാധിക്കും. നമ്മൾ നാളെ വളർന്നു വരുന്ന തലമുറയാണ് സംരക്ഷിക്കാനുള്ളത്. ഇപ്പോഴത്തെ തലമുറ നശിച്ചുകൊണ്ടേയിരിക്കുന്നാലും വളർന്നു വരുന്ന തലമുറ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ്. നമ്മളിപ്പോൾ IFK തുടങ്ങാൻ പോകുന്നു ഈ ഡിസംബർ 13-ാം തീയതി. അത് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫിലിം ഫെസ്റ്റിവലാണ്. എൻ്റെ 4-5 വർഷം കൊണ്ട് ഞാൻ IFK പറഞ്ഞ ഒരു വ്യക്തിയാണ്. അവിടെ ആദ്യമൊന്നും ഡ്രഗില്ലായിരുന്നു, വിവേചനമില്ലായിരുന്നു, വർണ്ണവിവേചനമില്ലായിരുന്നു. ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡ്രഗാണ് ഇപ്പോൾ ഓരോ പരിപാടി നടത്തുന്നത്. ഒരുത്തൻ പാടുന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡ്രഗിന് അഡിക്റ്റ് ആയിട്ടാണ്. ശ്രീനാഥ് ബാസി തന്നെ കാണിക്കുന്നത് MDMA അടിച്ച് ഓരോ പിള്ളേരെ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടിട്ട് തലമുറ ശ്രീനാഥ് ബാസി അല്ലേ, റാപ്പറല്ലേ കാണിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ആ കൊച്ചിയിൽ കിടന്ന് അന്തസ്സായിട്ട് വലിക്കുന്നു, അതേപോലെ പിള്ളേരും കണ്ട് വലിക്കുന്നു. അപ്പം പല സമൂഹത്തിന് ഡ്രഗ് ഇല്ലാതെ ഒരു ഫിലിം ചെയ്യുമെന്നാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാര്യം പറഞ്ഞു. ഇത്രമാത്രം ഡ്രഗിൻ്റെ സോഴ്സ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇത്രമാത്രം അത് യൂസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്ന് താങ്കൾക്ക് ഉറപ്പാണ്? അല്ലെങ്കിൽ താങ്കളുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടതിൽ കേട്ടതിലോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? പറയാനുണ്ട്. ഞാൻ കാണുന്നതും പണ്ട് കണ്ടത് ഡ്രഗ് അല്ലായിരുന്നു. എപ്പോഴത്തെ സമൂഹം മുടി കളർ ചെയ്ത് ഇറക്കുമ്പോഴും ആൾക്കാർ വയ്ക്കുന്ന ഡ്രഗിന് അഡിക്റ്റാണ്. പക്ഷേ അങ്ങനെയുള്ള ഭയമായിട്ട് ചിലപ്പോൾ അഡിക്റ്റ് ആയിരിക്കില്ല. നമ്മൾ മാന്യെന്ന് കരുതുന്നവർ പലരും ഡ്രഗ് യൂസ് ചെയ്യുന്നത് കണ്ട് ഇപ്പോൾ സമയം ആദ്യം MDMA തുടങ്ങി, അത് പിന്നെ സിഗരറ്റായി, അത് പിന്നെ കഞ്ചാവിലോട്ട് വന്ന് നിൽക്കുന്നു. ആദ്യം കഞ്ചാവ് അടിക്കുമ്പോഴത്തേക്ക് ആരും ഒന്നും കണ്ടുപിടിക്കുമായിരുന്നു. കണ്ണ് ചോക്കുന്നതും ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ എന്താണ് ഇപ്പം MDMA ആയതിനു ശേഷം ആർക്കും പോലും മണമില്ല, കുണമില്ല, വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിള്ളേർ 24 മണിക്കൂർ അടിച്ച് ഓണാണ്. ഫോണിൻ്റെ പരിധിയിൽ ഉറക്കമില്ലാതെ ഇരുന്ന് 24 മണിക്കൂർ ഉറങ്ങാതെ ഇരുന്നിട്ട് അടുത്ത ദിവസത്തെ ആഫ്റ്റർ ഇറങ്ങുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരിവാണ്. അതിന് അമ്മയെന്നില്ല, പെങ്ങളെന്നില്ല, ആരെ വേണോ എന്ത് വേണോ ചെയ്യാന്നുള്ളതായി സമൂഹം മാറിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഫിലിം ഫെസ്റ്റിവലും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. അതിനകത്തും മ്യൂസിക്കും ബാൻഡിങ് കാര്യങ്ങളും ഉണ്ടെങ്കിലും ഡ്രഗിന് അവിടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും IFFK അധികൃതരാണെങ്കിലും ഇങ്ങനെ ഇതിനെയെല്ലാം സോഴ്സിനെല്ലാം കട്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇതിനെ എതിർക്കാനൊരു തയ്യാറെടുപ്പ് ചെയ്യേണ്ടതല്ലേ? ഏതാണ് ഗവൺമെൻറ്റിന് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളതാണ്. പക്ഷേ എന്താണ് പോലീസ് വിചാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം നന്നാവുന്നില്ല ഒരിക്കലും. അത് വളർന്നു വരുന്ന സമൂഹം തന്നെ വിചാരിക്കണം. അപ്പോൾ ഇപ്പം നമ്മളെ ഫിലിം ആക്ടേഴ്സ് ഭീഷ്മർമ്മ സിനിമയിൽ ഉപ്പാണോ എന്ന് ചോദിക്കുന്നത് മെത്താഫിറ്റമിനെ പറ്റിയും ആംബ്യൂളിനെ പറ്റിയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പിള്ളേർ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ത്വരയിലോട്ട് പോകും. അപ്പോൾ ഫിലിമിൽ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. ഇനി എത്രയെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ മാർക്ക് വെച്ച് എഴുതി കാണിച്ചാലും ഡ്രഗ് അലൗഡ് അല്ലെന്ന് എഴുതി കാണിച്ചാലും ഫിലിമിൽ പിള്ളേർ ഇത് കാണുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് പിള്ളേർ അന്വേഷിച്ച് പോവുകയാണ് ഇതിൻ്റെ വൈബ് എന്താണെന്ന് അറിയാൻ വേണ്ടി. പിന്നെ എന്നാൽ ഹണീബി എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ആദ്യം കഞ്ചാവിൻ്റെ ഇത് വെളിപ്പെടുത്തി കാണിക്കുന്നത് ഫിലിമിൽ. അപ്പോൾ IFKയിലും ഈ ഫിലിമുകൾ വരുമ്പോഴത്തേക്ക് ആദ്യം എങ്ങനെ പേപ്പർ എന്തായിരുന്നു, OCB പേപ്പർ എന്താണെന്ന് പോലും അറിയാത്ത പിള്ളേരാണ് ഇപ്പം സിനിമ കണ്ടിട്ട് OCB പേപ്പർ കഞ്ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ഹണീബി സിനിമയിലൂടെ ആദ്യം പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ എല്ലാ സിനിമയിലും അതിൻ്റേതായ പോരായ്മകളും ഇതൊക്കെ ഉണ്ട്. അപ്പം സമൂഹത്തിന് എന്താണ് മുന്നോട്ട് വയ്ക്കുകയെന്ന് വെച്ചാൽ അവർക്ക് ഉള്ള പുതിയ മൈൻഡുകൾ കൊടുക്കുക എന്ന് വെച്ചാൽ പിള്ളേർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഒരു വിഷയം തന്നെ പല രീതിയിൽ ഡ്രഗായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യവുമില്ല. ഇപ്പോൾ സമൂഹം ഡ്രഗിന് അടിക്കുക, അത് പെണ്ണായിരുന്നാലും ആണായിരുന്നാലും ശരിയാണ്. മാനവത്തിൽ വരുന്ന പകുതിയും ഡ്രഗ് അടിച്ചു കൊണ്ടാണ്. ഇപ്പോൾ ബ്രീത്ത് അലൈൻസർ എന്ന് പറഞ്ഞ സാധനം സർക്കാർ ഇടപെട്ട് ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി. പക്ഷേ എന്നാലും ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ഉള്ളൂ, സർക്കാരിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതിലൊരു പകുതി പങ്കും എല്ലാവരും വഹിക്കുന്നുണ്ട്. അവർ വഹിക്കാതെ ഡ്രഗ് അന്യനാട്ടിൽ നിന്ന് ഇവിടെ വരത്തില്ല, ഇവിടെ സെയിലിംഗ് നടക്കത്തില്ല. അപ്പോഴത്തേക്കും അതിൽ നിന്നും അവരും കൈയിട്ട് വരുന്നുണ്ട്. അപ്പം ചെയ്യണ ആൾക്കാരെ മാത്രം കുറ്റം പറയല്ലോ. ഒരു വാങ്ങിക്കാൻ ആളുണ്ടായിട്ടാണ്
ചെയ്യാനും വിൽക്കാനും ആൾക്കാർ വരുന്നത്. അപ്പം അതിൻ്റെ മേലധികാരികൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നന്നാവുക ഉള്ളൂ. ഒരാളെ പിടിച്ച ജയിലിൽ കൊണ്ടിടുമ്പോഴത്തേക്കും അവനവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായ ഫുഡ്, ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു എന്തു പറയാൻ, ഒരു സ്കൂളിലാണെങ്കിലും കഞ്ഞിയും പയറും മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ നമ്മൾ നോക്കുന്നത് ജയിലിൽ കിടക്കണ മട്ടൻ, ചിക്കൻ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവൻ്റേതായ കൊഴുപ്പ് തോന്നും, ഫിലിം കാണിക്കും. ഞാൻ ജയിലിൽ കിടന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം അതിനകത്ത് എന്തിനാണ്. അപ്പോൾ സ്വർഗത്തിൽ കയറിയിട്ട് വീണ്ടും വെളിയിലോട്ട് ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്തവൻ വീണ്ടും അടുത്ത കേസ് ചെയ്ത് വീണ്ടും അകത്തോട്ട് പോവുകയാണ്. അവൻ ആഹാരം അവിടെ ഉണ്ട്, കിടന്നുറങ്ങാൻ ടൈലിട്ട തറയുണ്ട്. അപ്പോഴത്തേക്കും അത് എല്ലാവരെയും ഏളവം കൊടുക്കുക. അപ്പോൾ അതിനെ ഒന്നും കൂടെ പഴയ ജയിലാക്കി കഴിഞ്ഞാൽ പിന്നെ കേസ് ചെയ്യുന്നതിൻ്റെ അളവും കുറയും. ഇപ്പോൾ പഴയ ജയിലാവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇത്രയും കേസ് നടക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഒരു 2 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്ന ഹോസ്പിറ്റലിൽ ICU കിടന്നു. അതെൻ്റെ കൂട്ടുകാരന്മാർ കല്ല് MDMA എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് തിരിഞ്ഞിട്ട് കുത്തിയതാണ് എന്നെ. കൊല്ലാൻ വേണ്ടി കുത്തിയത്. ലാസ്റ്റ് എന്നെ മോർച്ചറി അവിടെയോ കാഷ്വാലിറ്റിയുടെ അവിടെയാണ് ഉപേക്ഷിക്കുന്നത്. അവിടെ നിന്ന് ആട്ടോച്ചാട്ടന്മാരും പോലീസിൻ്റെ സഹായത്തോടെ ഞാൻ എൻ്റെ ജീവൻ പിടിച്ചിർത്തി. ഇപ്പോഴും എൻ്റെ 2 വാരിയലിൽ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഈ മാസം 8-ാം തീയതിയാണ് മാനവത്തിൽ കുത്ത് നടക്കുന്നത്. എല്ലാവരും പറഞ്ഞു ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. മരിക്കാനുള്ള ഊറ്റം നെഞ്ചിൽ വന്നായതുകൊണ്ട് മാത്രം ഞാൻ ജീവൻ പിടിച്ചു നിർത്തി. മാനവത്തിൽ എൻ്റെ ബ്ലഡ് വീണ് മണ്ണേ ഞാൻ വരുമെന്ന് പറഞ്ഞ് വന്നിരുന്നു. പോലീസുകാർ പോലും എൻ്റെ അടുത്ത് ഇതിനകത്ത് കയറില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കയറും. ഏതോ ഒരു വ്യക്തിയുടെ അത് ഇന്ത്യൻ സമൂഹത്തിൽ കയറില്ല എന്ന് പറയാൻ പോലീസിന് പോലും അധികാരമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബേസിൽ വളർന്ന് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കും എല്ലാം ഒരു സമൂഹമാണ് ഒരുത്തനെ മാറ്റി വരയ്ക്കുന്നത്. സമൂഹം എന്ത് ഇൻഫർമേഷൻ ഫിലിം വഴി കൊടുക്കുന്നു, അതാണ് ഇപ്പോഴത്തെ യുവതലമുറ